ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോടെ പോവാം. ആ അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. എന്തു പറ്റി ജോർജ് മാം, നമുക്ക് വിങ്കാലൊക്കെ പോവണ്ടേ? ആ എന്താടാ നീ പറയണേ? ഇല്ല മാഡം, അത് ഒരു പ്രശ്നമുണ്ട് മാം. ഒരു കല്ലുണ്ടായിരുന്നു, അത് ലാബിലുള്ള മാം. ലാബാ? എവിടെടാ? അങ്ങനായിട്ട് ജോർജ് പറഞ്ഞു. ആകാശത്തെ ഉയരത്തിൽ പോയ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു മാം. ഈ കല്ലാണ് ഹീറോ. ആ കല്ല് അത് ഹീറോയി എന്ത് ചെയ്തു? ആ കല്ലെടുത്തു. അതെ, ആ കല്ല് പറഞ്ഞ അതൊരു കല്ലായിരുന്നു. അതൊരു വേറെ വേൾഡ്, അങ്ങനെയായിട്ട് മാജിക് വേൾഡ് കല്ല് അത് ഹീറോയ്ക്ക് കിട്ടിയായിരുന്നു. ഹീറോയി ആ കല്ല് പൊട്ടിച്ചായിരുന്നു. കല്ലിൻ്റെ അകത്ത് കല്ല് കിട്ടിയത് ഇത് ആർക്കും ശ്രദ്ധിച്ചില്ല. ഹീറോയി ഇതിലൊന്നുമില്ലാന്ന് ഹീറോയി ചുമ്മാ പറഞ്ഞു. ഇതെന്ത് കല്ലാണ്, എനിക്ക് ആരേച്ച് ചെയ്ത് പറ്റുമെന്ന് ഹീറോ ആ കല്ലെടുത്തുകൊണ്ട് പോയി. അങ്ങനെ ആ കല്ല് ആരേച്ച് നോക്കി. ഹീറോയ്ക്ക് ഷോക്ക് ന്യൂസ്. അതെ, ഈ കല്ലിൽ ഒരു മാജിക്, ലവ്, സ്കിൻ, ബ്യൂട്ടീസ്, അതുമാത്രമല്ല ഹെൽത്ത് എല്ലാം നല്ലതാണ്. ഇതൊരു ഒരു ഒരു പൂ. ആ പൂവിൻ്റെ വിതയാണ് ഈ ഫോട്ടോത്തിലുള്ള ഒരു പൂ. അതിൻ്റെ വിതയാണ് എന്ത് അസുഖമായിട്ട് മാറാൻ പറ്റും. ഇത് എന്ത് വേണം യൂസ് ചെയ്ത് എല്ലാതും യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഹീറോയ്ക്ക് ഇതൊരു ഐഡിയ നല്ലതാണ്. ഇത് ബിസിനസ് ചെയ്യാൻ ഹീറോയ്ക്ക് ഒരു ഐഡിയ, ഒരു ഐഡിയ ആയിരുന്നു. ഇതിൽ നിറയെ കളർ പൂണ്ട്. അതിലൊരെണ്ണം കളർ 2 റോസ് കളറുള്ള പൂക്ക്, സ്കിൻ കളറുള്ളത്, അതിൽ എല്ലാത്തിനും വിത്ത് ഉണ്ടായിരുന്നു. അതിൽ ഹീറോയി അത് വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് വളർത്താൻ തുടങ്ങിയായിരുന്നു. ഹീറോയി നന്നായിട്ട് വളർന്നു. ഇതിൽ ഒരു പ്രശ്നവുമില്ലാന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോയി ഇത് നന്നായിട്ട് വളർത്തായിരുന്നു. അങ്ങനായിട്ട് അതിൽ ഹീറോയി വളർന്ന് വലുതായി. അതിൽ പുത്തും മതി ഉണ്ടായിരുന്നു. അങ്ങനെ വിരിഞ്ഞ പിന്നെ ഫസ്റ്റ് വൈറ്റ് കളർ പൂവിൽ ഇങ്ങനെ ഹെൽത്ത് കളറുള്ള പൂവാണ്. ആരോഗ്യക്ക് നല്ലതാണ്. അതാണ് ഹെൽത്ത് പറഞ്ഞ ഹെൽത്ത്. അതെ, ഹെൽത്ത് തടിക്ക് ബോഡി നല്ല സ്ട്രോങ് ആവും. ഹെൽത്തൊക്കെ നല്ലതാണ്. പിന്നെ അസുഖമൊന്നും വരില്ല. അതുകൊണ്ട് കഴിച്ചാൽ അതിന് മുഖത്ത് അത് പിരിഞ്ഞപ്പോൾ ഒരു ഫാരി വന്നു. ആ ഫാരി വന്ന് ഹീറോയെ സംസാരിച്ച്, നിങ്ങളാണ് ഞങ്ങളെ ഓണർ എന്ന് പറഞ്ഞു ആ ഫാരി. പിന്നെ രണ്ടാമത്തെ പൂ, അതൊരു മഞ്ഞ കളറുള്ള പൂ വിരിഞ്ഞ് അതിനുള്ളിൽ മുത്ത് മതി വിരിഞ്ഞു. അതിലൊരു മഞ്ഞ കളർ ഫാരി വന്നു. അതെന്തിന് ഫാരി അത് എന്ത് പറഞ്ഞു? അത് നല്ല ഫുഡ് റെസിപ്പീൻ്റെതാണ്. നല്ല ഫുഡ് ആരൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയായിട്ട് കുട്ടികൾക്ക് നല്ലതാണ്. ചെറിയ കുട്ടികളെ ബേബിക്ക് അത് ഫുഡ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് നല്ലതാണ്. പിന്നെ മൂന്നാമത്തെ പൂ, അത് ബ്ലൂ കളർ, അത് വിരിഞ്ഞ് അത് പൗഡർ ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ കിടുന്ന ബ്യൂട്ടിക്കാരന് സീക്രട്ടാണ്. ബ്യൂട്ടീസ് അതല്ല പൗഡറാണ്, നല്ല മണം വരാൻ വേണ്ടിയിട്ടാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല നല്ലതാണ്. പിന്നെ ഡ്രസ്സൊക്കെ ഫ്ലേവറാണ്, ഡ്രസ്സ് മണം വരാൻ വേണ്ടി അത് ഷാം എന്ന് വേണേൽ ഉണ്ടാക്കാം അതിൽ. പിന്നെ റോസ് കളർ വിരിഞ്ഞ് അതാണ് സ്കിൻ കളർ. അതെ ബ്യൂട്ടി ആകുമ്പോൾ കറുത്തിലുള്ള പിന്നെ ഒരു പൂ വിരിഞ്ഞു. അത് പറഞ്ഞ വെയിറ്റ് കുറക്കുന്നതാണ്. അതാണ് റെയിൻബോ കളർ. അത് വെയിറ്റ് കുറക്കുന്ന പൂവായിരുന്നു. അത് പിന്നെ നല്ല ഫ്യൂച്ചർ ഇത് നോക്കാൻ കഴിയും. റെയിൻബോ കളർ പറഞ്ഞാൽ അതൊരു പൂവാണ്. അതിലെന്ന് ഫ്യൂച്ചറൊക്കെ പറ്റുന്നത്. പിന്നെ ഒരു പൂവാണ് വെയിറ്റ് കൊടുക്കുന്നത്. അതൊരു കളർ. അത് നീല കളർ പൂവാണ്. അങ്ങനെ എല്ലാ പൂക്കൾ വെച്ച് ഹീറോയിൻ നമ്പർ 1 ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് അത് ആർക്കും അറിയില്ല. ഹീറോയിൻ ഉണ്ടാക്കുക സോപ്പ് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഹീറോയിൻ അത് കച്ചവടിച്ചത്. അത് കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങി. നിറയെ മേങ്ങാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ അങ്ങനെ മാജിക് ഫാരി അത് ഹീറോയിനെ കണ്ടൊക്കെ പറ്റും. ഹീറോയിൻ പറയാൻ തുടങ്ങി, ശരി ഓക്കെ. അങ്ങനെ BTS മെമ്പർക്ക് 7 പേർക്ക് ഒരു ഗിഫ്റ്റ് ഹീറോയിൻ ഉണ്ടാക്കി. ലോക്കറ്റ്, മാലകൾ, പിന്നെ അവർക്ക് എന്ത് പ്രശ്നം വന്നാൽ അത് ഉണ്ടാകാൻ പാടില്ല. മാലകൾ അത് ചെറിയ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു. അതായിട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി, ശരി അവരുടെയൊക്കെ അങ്ങനെ ഒരു ഫ്യൂച്ചർ വൈസ് ഒന്നും അല്ലല്ലോ, ഒരുപോലെ ഫ്യൂച്ചർ വൈസ് കൊടുക്കായിരുന്നു. ശരി ഈ മാല ഒന്നും കൊടുക്കാമെന്ന് ഹീറോയിൻ അവിടെ നിന്ന് പുറപ്പെട്ട് കൊറിയൊക്കെ പോയി. അങ്ങനെ BTS മെമ്പർ പോലെ അവർ പാട്ട് ഇപ്പോൾ എല്ലാവരും സ്റ്റേജിൽ പാട്ട് പാടാം. ഹീറോയിൻ ഷുഗറിനെ സെറ്റ് എടുക്കാതെ കണ്ണടി സൈറ്റ് അടിക്കായിരുന്നു.
ഹീറോയും ഒരു കൊല്ലം മാരേജ് കഴിച്ച് വല്ലതുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയും ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ ഹീറോ മലയാള ഡാൻസ് പാട്ട് കളിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ അതായത് എല്ലാ ഫീറ്റ്സ് നമ്പർ ഹീറോ ഡാൻസ് കളിച്ചായിരുന്നു. യഥാർത്ഥ ഡാൻസ് കളിക്കുമ്പോൾ ഷുഗറിൻ്റെ കണ്ണ് ഒരു ഗേളിൻ്റെ മേലെ വീണു. ഷുഗർ നോക്കാൻ തുടങ്ങി. ഷുഗർക്ക് ഒരുമാതിരി മനസ്സിലെ ബട്ടർഫ്ലൈയും പറക്കും മോരിയായി. ഷുഗർ സ്മൈൽ ചെയ്ത് ഡാൻസ് കളിക്കായിരുന്നു. ഓക്കെ എന്ന് ഷുഗർ ഡാൻസ് നന്നായിട്ട് കളിച്ചു, പാട്ട് പാടി, ശരി എല്ലാവരും പോയി. പിന്നെ ഷുഗർ ഹീറോയോട് എല്ലാവരും പോകുമ്പോൾ ഹീറോയ്ക്ക് എത്ര ആൾ പോകുന്നുണ്ട്, എല്ലാവരും പോയാൽ പിന്നെ പോകാൻ പറഞ്ഞത്. അപ്പോൾ സെക്യൂരിറ്റി വന്ന് ഷുഗർ പറഞ്ഞായിരുന്നു, ഇതിലല്ല ഒരു ഗേളാണ് ഈ ഒരു ഡ്രസ്സ് ഒരുമാതിരി ഉള്ളത്, അങ്ങനെയായിട്ട് ഷുഗർ പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാവരും പോയി. സീറ്റ് നമ്പറും ഷുഗർ ഓർത്ത് ഷുഗർ പറഞ്ഞു ഓക്കെ സാർ. എല്ലാവരും പോയി. ഇന്ന് ഒരാൾ വന്ന് പറഞ്ഞു മാം നിങ്ങൾ നിൽക്ക്, നിങ്ങൾ എല്ലാവരും പോയി. എന്താ ബ്ലാക്ക് സ്റ്റേജ് നിങ്ങൾ പോകണം പറഞ്ഞു. ശരി ഓക്കെ. എന്തിനകത്ത് ഷുഗർ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ എന്നെ ഇവിടെ കഴിച്ചത്? അങ്ങനെ ഡോർ ലോക്ക് ചെയ്ത് അയ്യോ ഡോർ ഓപ്പൺ ചെയ്ത് എന്ന് ഷീറ ടെൻഷനായിരുന്നു. ഇര ആരാ ലോക്ക് ചെയ്ത് ആരാ വന്ന് തിരിഞ്ഞ ഷുഗർ ആയിരുന്നു. ഇര ഷാക്കായി. ഷുഗർ പറഞ്ഞു മാർമി എന്താ സാർ പറഞ്ഞ? അല്ല എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു പോയി, അത് മാത്രമല്ല മാരേജ് വയ്ക്കാം. സാർ അതൊന്നുമില്ല സാർ, അതൊന്നും തെറ്റാതെ ഹീറോ ഇടുന്നപ്പോൾ അതാണ് ഷുഗർ പിടിച്ചു. ലൈറ്റ് ഓഫ് ചെയ്താണ് ഇവിടെ തന്നെ സാർ. എന്താ ചെയ്ത സാർ? അതൊന്നും സെറ്റാലെന്ന് ഷുഗറോട് പറഞ്ഞു. ഷുഗർക്ക് ടെൻഷനായിരുന്നു. ഷുഗർ ഹീറോ അടുന്ന് ഒറ്റ ഓടിപ്പോയി. ഇവിടെ എവിടുന്ന് കണ്ടുപിടിക്കുക നോക്കുമ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഒരു ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് ഷുഗർ കണ്ടുപിടിക്കാൻ പ്ലാൻ ചെയ്തു. ആരാന്നറിയണം. പിന്നെ ഹീറോയിൻ്റെ 2 ബുക്ക് ഉണ്ടായിരുന്നു, ഫയൽ പോലത്തെ. അത് താഴെ വീണു. അത് ഷുഗറിൻ്റെ കൈ കിട്ടി. ശരി കണ്ടുപിടിച്ച് പറ്റും അതിന് ഫോൺ നമ്പർ പേര് അഡ്രസ്സ് എല്ലാം കിട്ടി. ഷുഗർ സെലക്ട് ചെയ്തത് അതൊരു ഹീറോയിൻ്റെ ഒരു കാർഡാണ്. അത് ഷുഗറിൻ്റെ കൈ കിട്ടി. ശരി ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച് പറ്റും. നീ ഇന്ത്യയിലാണ് ഉള്ളതല്ലേ. അങ്ങനെ ഷുഗർ ഹീറോ ഇടുന്ന ഇന്ത്യയൊക്കെ അങ്ങനെ ഓടി പറന്നു പോയി. ഫോട്ടോഗ്രാഫ് വേണ്ട, ഫോട്ടോഗ്രാഫ് വേണ്ട, ഇവർ ശരിയില്ല എന്ന് ഓടിപ്പോയി.